AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ഒന്ന് കണ്ടുവെച്ചോ. ഇത് 2023 നടന്ന ടൈം കീപ്പർ എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയാണ്. ഓക്കെ, 2025 ഒരു ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷ ടൈം കീപ്പറിന്റെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ട്, അതിൽ കയറിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത് ഈ ഡിഗ്രി ലെവലിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുകൊള്ളുക. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് എമംഗ് ദ ഫോളോയിങ് ഈസ്. ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ, ഏത് നമ്പറിന്റെ പവർ 0 വന്നാൽ അതിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പൊ ഏത് നമ്പറിന്റെ പവർ 0 വന്നാൽ അതിന്റെ വാല്യൂ 1 ആണ്. അപ്പം ഓപ്ഷൻ എയുടെ വാല്യൂ 1 ആണ്. ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 0.1 ഡിവൈഡ് ബൈ 0.08. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 0.1 ഡിവൈഡഡ് ബൈ 0.08 എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഈ ഡെസിമൽ കളയാൻ വേണ്ടി മുകളിലും താഴെയും, ഇവിടെ ഡെസിമൽ 2 എണ്ണം ഉണ്ട്, മണ്ടയിൽ ഒരെണ്ണം, അപ്പൊ കൂടുതൽ 2 എണ്ണം ആണല്ലോ. അപ്പൊ 2 പൂജ്യമുള്ള 100 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ, ഇതിനകത്ത് ഒരു പൂജ്യം ഈ പോയിന്റിനെ കളഞ്ഞ് 1 ആക്കും. പിന്നെ ഇൻറ്റു 10 ഉണ്ട്, 1 × 10 10 എന്ന് വരും. ഇതിനകത്ത് 2 പൂജ്യം ശരിയല്ലേ, ഇതിനകത്ത് ഒരു പൂജ്യം ഈ പോയിന്റിനെ കളയും, പിന്നെ 1 × 10 10 എന്ന് വരും. ഇതിനകത്ത് 2 പൂജ്യം ഈ പോയിന്റിനെ അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും, 8 എന്ന് കിട്ടും. ഓക്കെ, 2 പൂജ്യം അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും, 10/8 എന്ന് വരും. 10/8 10/8 എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡ് ബൈ 4 1 പോയിന്റ് സംതിങ് വരും. 1 പോയിന്റ് സംതിങ്, അത് നോക്കുന്നില്ല. 1.25 വരും അല്ലേ, 1.25. അത് നമുക്ക് ആവശ്യമില്ല, എന്തിനാ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ 1 കിടപ്പുണ്ട്, അതിനേക്കാൾ 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് വാല്യൂ. അപ്പൊ എന്തായാലും ഇതിനെ അപേക്ഷിച്ച് ഇത് ചെറുതാണ്, അപ്പൊ വലുതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ 0.2ന്റെ ക്യൂബ്. അപ്പൊ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 0.2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആദ്യം 2ന്റെ ക്യൂബ് എടുക്കണം. 2ന്റെ ക്യൂബ് 8 ആണ്. ഓക്കെ, ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമുണ്ട്, ക്യൂബ് എടുക്കപ്പം അതിന്റെ 3 മടങ്ങ് കാണും. മീൻസ് ഇവിടെ പോയിന്റിന് ശേഷം ഒരെണ്ണം ആണെങ്കിൽ ക്യൂബ് എടുക്കപ്പോൾ 3 എണ്ണം കാണും. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാനം ഇവിടെ കൊടുക്കാനുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഞാൻ 0 കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഡെസിമലിന് ശേഷം 1 2 3 3 സ്ഥാനം കാണും. അപ്പോൾ 0.008. ഇത് ആൾറെഡി 0.1 എന്ന് തന്നിട്ടുണ്ട്. ഇത്ര എണ്ണത്തിൽ നിങ്ങൾ നോക്കിയിട്ട് പറ ഏതാ ചെറുത്. 0.008 അല്ലേ ചെറുത്. ഇത് 1 ആണ്, ഇത് 1.25 ആണ്, ഇത് 0.008 ആണ്, ഇത് 0.1 ആണ്. ഇതിനെ അപേക്ഷിച്ച് ഇതാ ചെറുത്, ശരിയല്ലേ? പോയിന്റ് ആണെങ്കിൽ പോയിന്റിന് ശേഷം നിൽക്കുന്ന ആദ്യ വാല്യൂ നോക്കുക. ആദ്യ വാല്യൂ ഇവിടെ 1, ഇവിടെ 0 ആണ്, ഇതല്ലേ ചെറുത്. അപ്പോൾ ഓപ്ഷൻ സി. ചോദ്യം നമ്പർ 2, ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ സീക്വൻസ് 76, 72, 68 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് ദ സം ഈസ് 0. അതായത് ഈ സീരീസിന്റെ എത്ര ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് 0 ലഭിക്കും എന്നതാണ് ചോദ്യം. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഈ ചോദ്യം. പിന്നെ അല്ല എങ്കിൽ നമുക്ക് നോർമൽ സ്റ്റെപ്പ് ഉണ്ട്, 2 ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് 0 ആയതുകൊണ്ട് നമുക്ക് കോമൺ സെൻസ് സ്റ്റെപ്പ് വെച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. അപ്പൊ അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വേറെ രീതിയിൽ കണ്ടെത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു വേറെ വഴിയുണ്ട്, 2 വഴിയുണ്ട്, കാണിച്ചു തരാം. അപ്പൊ രണ്ടാമത്തെ വഴി എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നതാണേ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് നമ്മുടെ ബുദ്ധിപരമായ നീക്കം നോക്കിയോ. ഈ 76, 72, 68 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളുകളാണ്, ശരിയല്ലേ? ഈ 76 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ 4ന്റെ മൾട്ടിപ്പിളാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് കണ്ടെത്താൻ 76നെ നിങ്ങൾ 4 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. 1 4 4 3 6 19, 9 36 0. ഇത് 19ാമത്തെ 4ന്റെ മൾട്ടിപ്പിളാണ്, ശരിയല്ലേ? ഇത് 18ാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 18 × 4 അല്ലേ 72. അപ്പൊ ഇതെന്ന് പറയുന്ന 17ാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ പോയി ഇത് 4ന്റെ മൾട്ടിപ്പിളാ. ലാസ്റ്റ് എന്തായാലും ഒരു 4 കിട്ടണം, 4ന്റെ 1ാമത്തെ മൾട്ടിപ്പിളിൽ എത്തണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടേം 0 വരണം, വീണ്ടും 4 പറഞ്ഞാൽ 0, പിന്നെ -4, പിന്നെ -8, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് സമ്മ് 0 കിട്ടണമെങ്കിൽ ഈ 4 -4 കൂടെ ചേർന്ന് 0 വരും. ഇത് ആൾറെഡി ഒരു 0 ആണ്. 4 -4 കൂടെ ചേർന്ന് 0 വരും. ഇവിടെ ആൾറെഡി 8 ഉണ്ട്, കാരണം 4ന്റെ മൾട്ടിപ്പിൾ എല്ലാം ഈ വരി കിടക്കുക. അപ്പൊ 4ന്റെ 2ാമത്തെ മൾട്ടിപ്പിൾ ഇവിടെ കിടപ്പുണ്ട്, ശരിയല്ലേ? ജസ്റ്റ് പറയുക. അപ്പം ഈ 8 -8 കൂടെ ചേർന്ന് 0 ആവും. അങ്ങനെ പോയി ഈ 76നെ 0 ആക്കാം. ഇതിന്റെ എല്ലാം സമ്മ് 0 ആവണമെങ്കിൽ, 2 സംഖ്യകളുടെ സമ്മ് 0 ആവണമെങ്കിൽ അത്
ഒന്ന് പോസിറ്റീവ് നമ്പറും ഒന്ന് നെഗറ്റീവ് നമ്പറും ആയാൽ മതി. അപ്പൊ -8 ഇതിനോടൊപ്പം +8 ചെയ്യപ്പെടല്ലേ 0 വരുന്നത്, അല്ലെങ്കിൽ 8 അതിനോടൊപ്പം ഒരു -8 ആഡ് ചെയ്യപ്പെടല്ലേ 0 വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പോയി യഥാർത്ഥത്തിൽ -76 വരെയുള്ള സംഖ്യകളോട് അവിടം വരെ പോണം. 76, 72, 68 അങ്ങനെ പോയി 0-യിലെത്തി, -4, -8 അങ്ങനെ ലാസ്റ്റ് വൺ -76 എത്തുന്നു. ഇത്രയും ടേംസ് ആഡ് ചെയ്താൽ ഇതിന്റെ സമ്മ് 0 ആവും, അല്ലാതെ സമ്മ് 0 ആവത്തില്ല. ഓക്കെ, കാരണം എല്ലാം ക്യാൻസൽ ആവും. 76 -76 കട്ട്, 72 ഇപ്പുറത്തുള്ള -72 ഇവിടെ കട്ട്, 68 ഇപ്പുറത്തുള്ള -68 ഇവിടെ കട്ട്, അങ്ങനെ പോയി 8ഉം ഈ -8 ഇവിടെ കട്ട്, 4ഉം -4 ഇവിടെ കട്ട്, 0യും 0 തന്നെ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ടൈം എന്ന് പറഞ്ഞാൽ 19 എണ്ണം ഉണ്ട്. 19 4ന്റെ മൾട്ടിപ്പിളാ. അതിനെ 0 ആക്കാൻ അപ്പുറത്ത് ഒരു 19 എണ്ണം കാണും. ഓക്കെ, അപ്പൊ 19 + 19, പിന്നെ ഒരു നമ്പർ ഇടയ്ക്കൊരെണ്ണം ഉണ്ടല്ലോ 0, ഇത്രയും ചേരുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ്. 9 9 18, 18 1 19 9 1 3, 39 എണ്ണം കാണും. ഓക്കെ, ഇത് ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു വഴിയും കൂടെ ഉണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്താണ് ആ മറ്റൊരു വഴി? ഇതൊരു AP ആണ്, ശരിയല്ലേ? AP-യുടെ സമ്മ് 0 ആവണം. AP-യുടെ സമ്മ തന്നേക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. നമുക്ക് വഴിയെ പറയാം, എന്തായാലും ശ്രദ്ധിച്ചോ. ഇത് സെക്കൻഡ് മെത്തേഡാണ്. രണ്ടാമത്തേത്, ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സെക്കൻഡ് മെത്തേഡ് ഇതാണ് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കിവിടെ സമ്മ് 0 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മ് എന്ന് പറഞ്ഞാൽ n ടേംസിന്റെ സമ്മ്, അത് 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. 0 നമുക്ക് കണ്ടെത്തേണ്ടത് n ആണ്. n എത്ര ടേംസിന്റെ സമ്മാണ് 0 വരുന്നത്. ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ തുക കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തുവാ? n/2 × 2a + n-1 × d. അതാണ് അവരിവിടെ എത്ര എന്ന് തന്നേക്കുന്നത്? 0 ആണെന്ന് തന്നേക്കുന്നത്. ഈ n ആണ് നമ്മുടെ ലക്ഷ്യം. ഈ 2 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. /2 അങ്ങ് അപ്പുറത്ത് പോയാൽ 0 ആയി പോകും. ഓക്കെ, n ഈ /2 ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. n × 2a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ഇവിടുത്തെ എത്ര? 76 + n-1 × d. d എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 76 72 ആയി, -4 ആണ് d. 4 കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ d എന്ന് പറയുന്നത് -4. ഓക്കെ, × -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി വീണ്ടും ഒന്ന് ചിന്തിച്ച് നോക്ക്. n × 2 × 76 എന്ന് പറഞ്ഞാൽ 140 152, ശരിയല്ലേ? 70 × 2 150, 6 × 2 12, 140 12 152. ഈ -4 കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ -4 × n -4n, -4 × -1 +4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അടുത്തത് n × ഈ 152 4 ആഡ് ചെയ്യാം. 156 -4n ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ചെയ്യപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 152 ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് വേണേൽ ഒരു 4 കോമൺ എടുത്ത് അങ്ങ് കളയുകയൊക്കെ ചെയ്യാം. ചെയ്യട്ടെ? ഓക്കെ അല്ലേ? അതായത് ഈ 2 ടേമിൽ 4 ഉണ്ട്. നമുക്ക് 4നെ പുറത്തെടുക്കാം. 4n. ഈ എന്നും വേണമെങ്കിൽ കളയാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്നും വേണമെങ്കിൽ കളയാം, വഴിയെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ n പുറത്തെടുക്കാം. അപ്പൊ ആ n ഒരു 4 പുറത്തെടുത്ത്, അല്ല 4 പുറത്തെടുക്കണമെന്നില്ല, 2 എണ്ണത്തിന്റെ മൾട്ടിപ്പിൾ 0 ആണ്. എന്നുവെച്ചാൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം 0 ആയി പറ്റും. ഈ n ഒരിക്കലും 0 അല്ല. അപ്പൊ n × ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ. n × 156 - 4n ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്തപ്പം 0 കിട്ടി. 2 സംഖ്യകൾ മൾട്ടിപ്ലൈ, അപ്പൊ a × b ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ 0 ആവണം. n ഇവിടെ ഒരിക്കലും 0 അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ n ഒരു ടേംസ് ആണ്, നമ്പർ ഓഫ് ടേംസ്. അപ്പം ഈ സാധനം 0 അല്ല, അപ്പൊ ഇത് 0 ആയേ പറ്റൂ. ഇപ്പൊ 156 - 4n ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതിനകത്ത് -4n അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ 156 ദാറ്റ് ഈസ് ഈക്വൽ ടു 4n. അപ്പൊ n ഈസ് ഈക്വൽ ടു 156/4 എന്ന് കിട്ടും. ഈ 4 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 156നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 3 12, 3 6, 9 4 36, 0. അപ്പൊ 39. ഞാൻ വിചാരിച്ചു ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമെന്ന് കേട്ടോ. നിർഭാഗ്യവശാൽ വന്നില്ല. ഭാഗ്യവശാൽ വന്നില്ല. കാരണം ഇവിടെ 0 ആയതുകൊണ്ട്. ഇവിടെ 0 അല്ലാതെ വല്ല 10 ആയിരുന്നേ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റൂ. ദ്വിമാന സമവാക്യം -b + 4 - √b² - 4ac/2a. ഓർമ്മയില്ല ഏതൊക്കെ?
അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ചൊക്കെ ചെയ്യാം. അപ്പൊ എന്നിന്റെ വില 39 ഇങ്ങനെയും കിട്ടും കേട്ടോ. ഇതാന്ന് തോന്നുന്നു ഇച്ചിരി കൂടി ഈസി എന്ന് തോന്നുന്നു. 0 ആയതുകൊണ്ടാണ് അടുത്ത ക്വസ്റ്റിലേക്ക്. ചോദ്യം നമ്പർ 3. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 35 നാച്ചുറൽ നമ്പർ ഈസ്. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 35 നാച്ചുറൽ നമ്പർ. ആദ്യത്തെ 35 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ n എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുന്നത് n+1 / 2 ആണ്. ഓക്കെ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1 / 2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1. അടുത്ത സംഖ്യയുടെ പകുതി എടുത്താൽ മാത്രം മതി. 35 എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ ആയിരിക്കണേ. ആദ്യത്തെ 35 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്താൻ 36ന്റെ പകുതി എടുത്താൽ മതി, 18. അല്ലെങ്കിൽ ഇവിടോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി 35 + 1 / 2. 35 + 1 എന്ന് പറഞ്ഞാൽ 36ന്റെ /2. 36/2 എന്ന് പറഞ്ഞാൽ 18. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 4. A did 1/3 of work, B did 2/5 of it, and C did the rest of it. അവിടെ വരെ നിൽക്കട്ടെ. എന്തു പറഞ്ഞേക്കുന്നേ? ഒരു വർക്കിന്റെ 1/3 A ചെയ്യുന്നു, അതേ വർക്കിന്റെ 5/2 B ചെയ്യുന്നു, ബാക്കി C ചെയ്യുന്നു. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു വർക്കിന്റെ 1/3 ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് അതേ വർക്കിന്റെ 2/5 ചെയ്യുന്നു, സി എത്ര ചെയ്തിട്ടുണ്ട് ബാക്കി വർക്കാ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ദേ ഗെയിൻ 3300, 3300 രൂപ അവർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തം വർക്കിന് വേണ്ടിയിട്ട് 3300 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിയുടെ വേജസ്, സിക്ക് എത്ര കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 3/1 5/2 ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചിന്തിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ 5 എടുത്ത് മണ്ടേ കൊണ്ടുവന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഡിനോമിനേറ്റർ ആണല്ലോ സെയിം ആക്കണ്ടേ. അപ്പൊ ഡിനോമിനേറ്റർ എടുത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടുത്തെ ഡിനോമിനേറ്റർ എടുത്ത് ഇതിനെ ഡിനോമിനേറ്റർ എടുത്ത് ഇവിടെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ഈ 5 എടുത്ത് ഞാൻ മുകളിലും താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് 5/15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ 3 എടുത്ത് ഇവിടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് 6/15 എന്ന് കിട്ടും. ഇതിന്റെ അർത്ഥം ഒന്ന് പറയട്ടെ. ഒരു വർക്ക് 15 വിചാരിക്കുക, അതിൽ 5 A ചെയ്ത്, 15-ലെ 6 B ചെയ്ത്, അങ്ങനെ 6ഉം 5ഉം 6ഉം ടോട്ടലി 11 വർക്ക് എയും ബിയും കൂടെ ചെയ്ത്. ശരിയല്ലേ? 15 കസേര നിർമ്മിക്കണം, അതിൽ 5 എണ്ണം എ ചെയ്ത്, 6 എണ്ണം ബി ചെയ്ത്, 5 6 11 കസേര നിർമ്മിച്ച്, ബാക്കി 15 എണ്ണത്തിൽ 4 എണ്ണം സി ചെയ്ത്. അപ്പൊ 15-ൽ 4 എണ്ണമാണ് സി ചെയ്തേക്കുന്നത്. അതെങ്ങനെയാ 4 കിട്ടിയത്? 5 എണ്ണം, 15 കസേരയെ മൊത്തം നിർമ്മിക്കണ്ടേ. ആ 15 എണ്ണത്തിൽ 5 എണ്ണം എ ചെയ്ത്, 6 എണ്ണം ബി ചെയ്ത്, ബാക്കി സി ചെയ്ത്. അപ്പൊ 6 5 11 ആയിട്ടുണ്ട്. അപ്പൊ 4 എണ്ണം സി ചെയ്ത്. ഇനി ഒരു കാര്യം, അവർ എത്ര വർക്ക് ചെയ്തോ ആ റേഷ്യോയിലെ അവരിന് ശമ്പളം വീതിക്കാൻ പറ്റും. അതായത് എയും ബിയും സിയും ശമ്പളം വീതിക്കുന്നത് അവര് നിർമ്മിച്ച കസേരയുടെ അല്ലെങ്കിൽ അവര് ചെയ്ത വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. എ 5 വർക്ക് ചെയ്തു, ബി 6 വർക്ക് ചെയ്തു, സി 4 വർക്ക് ചെയ്തു. എന്നുവെച്ചാൽ ഈ അവർ ചെയ്ത വർക്കിന്റെ റേഷ്യോ ആണ് കേട്ടോ. അവര് ചെയ്ത വർക്ക് 5/15, 6/15, 4/15. ഈ ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് പോയാൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ കിട്ടുന്നത് 5:6:4. ക്ലിയർ അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ അവര് മൊത്തം എത്ര കസേര നിർമ്മിച്ചു? 15 കസേരയെ മൊത്തം നിർമ്മിച്ചേക്കുന്നത്. 15 കസേര എന്ത് ചെയ്യും? അതാണ്ടേ ഈ 15 കസേരയെ മൊത്തം നിർമ്മിച്ചേക്കുന്നത്. അത് ഈ 5 എണ്ണമാണ് എ, 6 എണ്ണമാണ് ബി, 4 എണ്ണമാണ് സി. ഈ 15 കസേര നിർമ്മിക്കാനാണ് 3300 രൂപ ലഭിച്ചേക്കുന്നത്. ശ്രദ്ധിക്കണം, 15 കസേര നിർമ്മിക്കാനാണ് അല്ലെ 15 വർക്കിനാണ് 3300 രൂപ ലഭിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിക്ക് എത്ര കിട്ടുമെന്നാ. അപ്പൊ സി നിർമ്മിച്ച കസേരയ്ക്കുള്ളത് സിക്ക് കിട്ടും അത്ര തന്നെ. സി നിർമ്മിച്ച കസേര 4 എണ്ണം, 4 കസേരയ്ക്ക് എത്ര രൂപയാണ് ചിന്തിച്ചാൽ മതി. 15 കസേരയ്ക്ക് 3300. കസേര ഞാൻ എക്സാമ്പിൾ ആക്കിയേ ഉള്ളേ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 15 വർക്കിന് 3300. അപ്പൊ 4 വർക്കിന് എത്ര? ഇത് കണ്ടെത്താൻ ക്രോസ് ചെയ്ത് നോക്കിയാൽ പോരെ. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 × 3300 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, ഈ 3300-നെ 15-നെ 5ആയിട്ട് കട്ട് ചെയ്യാം. അല്ല, 3ആയിട്ട് ആദ്യം കട്ട് ചെയ്യാം. 3ആയിട്ട് കട്ട് ചെയ്യപ്പോൾ 1100 എന്ന് കിട്ടും. ഇതിനെ 3ആയിട്ട് കട്ട് ചെയ്യപ്പോൾ 5. ഈ 5ഉം ലാസ്റ്റ് ഒരു 0 കൂടെ കട്ട് ചെയ്യാം. ലാസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ. 5-നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? 2. 4 × 2 8 ആണ്. 8 × 110 880 എന്ന് കിട്ടത്തില്ലേ?
അപ്പൊ അതാ എടുത്തത് 880, ഓപ്ഷൻ ബി. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ദ പെരിമീറ്റർ ഓഫ് എ സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ പെരിമീറ്റർ ഓഫ് റേഡിയസ് 91 സെന്റിമീറ്റർ ഈസ്. പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ടത്. ദ പെരിമീറ്റർ ഓഫ് എ സെമി സർക്കിൾ ഈസ്. പെരിമീറ്റർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ റേഡിയസ് വന്നിട്ടുണ്ട് 91 സെന്റിമീറ്റർ. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് റേഡിയസ് ആണ്. ഓക്കെ, ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് നിങ്ങൾക്ക് അറിയാലോ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. എന്താണ് സർക്കംഫറൻസ്? അതാണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടം വരെ എത്തുന്നതാണ് അതിന്റെ സർക്കംഫറൻസ്, ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റളവ് 2πr ആണ്. അതിന്റെ പകുതി ആയിരിക്കത്തില്ല ഇവിടുന്ന് ഇവിടം വരെ വരുന്നത്. ഇവിടുന്ന് ഇവിടം വരെ വരുന്നതിന്റെ നീളം 2πrന്റെ പകുതി πr ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ വരുന്ന സാധനം πr ആയിരിക്കും, πr. പക്ഷെ സെമി സർക്കിളിന്റെ ചുറ്റളവ് പറയണമെങ്കിൽ ഈ πr മാത്രം പോരാ, ഈ ഒരു ലെന്തും കൂടെ ആവശ്യമുണ്ട്. ഈ ലെന്ത് എന്ന് പറഞ്ഞാൽ r+r 2r ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. ഓർത്ത് വെച്ചേക്കണം, ഒരു സെമി സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ πr + 2r ആണ്. ഒരിക്കലും സർക്കിളിന്റെ പെരിമീറ്ററിന്റെ പകുതി അല്ല സെമി സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സർക്കിളിന്റെ പെരിമീറ്റർ 2πr, അതിന്റെ പകുതി πr എടുത്താൽ നമുക്ക് ഈ ആർക്ക് ലെന്ത് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു വരയും കൂടെ ഉണ്ട്, ഡയമീറ്ററിന്റെ ലെന്ത് കൂടെ ആഡ് ചെയ്യപ്പെടണം, എന്നാലേ ഒരു സെമി സർക്കിൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം പൈയുടെ വില തൽക്കാലം നമുക്ക് 6, 91 7ന്റെ മൾട്ടിപ്പിൾ ആണേ. അപ്പം പൈയുടെ വില 22/7 എടുക്കാം. അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 91 ആണ്, പ്ലസ് 2r, 6 എന്ന് പറഞ്ഞാൽ 91. ഈ 7ഉം 91 കൂടെ കട്ട് ചെയ്യാം. 91നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 1 7 2 1 7 3 21, 13 കിട്ടും. അപ്പൊ 22 ഇൻറ്റു 13 പ്ലസ് 2 ഇൻറ്റു 91, 2 ഇൻറ്റു 91. ഒന്ന് ചിന്തിച്ച് നോക്കി, 22 ഇൻറ്റു 13 അടിച്ചു നോക്കിക്കോ. 13 ഇൻറ്റു 22, 3 2 6 1 2 2, 3 2 6 1 2 286. അപ്പൊ 286 അടിച്ച് പ്ലസ് 2 ഇൻറ്റു 91, 1 2 2 9 2 18. അപ്പൊ 286 182 കൂടെ ആഡ് ചെയ്യും, 6 2 8 8 8 16 1 468. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, 468. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഇഫ് KDKO stands for gain, then dash stands for loss. എന്ന് വെച്ചാൽ ഗെയിനിന്റെ കോഡാണ് KDKO. ഗെയിൻ അതിന്റെ കോഡാണ് KDKO. അങ്ങനെയാണെങ്കിൽ അതേ കോഡും പ്രകാരം ലോസിന്റെ കോഡ് എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ G എത്രാമത്തെ ലെറ്റർ ആണ് നമുക്ക് നോക്കാം. G 7ാമത്തെ ലെറ്റർ ആണ് നിങ്ങൾക്ക് അറിയാം. G 7ാമത്തെ ലെറ്റർ ആണ്. Kയോ? K 11ാമത്തെ ലെറ്റർ ആണ്. 7നോടൊപ്പം എത്ര ചെയ്യപ്പോഴാ 11 കിട്ടുന്നത്? 4 കൂടൊപ്പം കിട്ടും, ശരിയല്ലേ? A എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലെറ്റർ ആണ്, D 4ാമത്തെ ലെറ്റർ ആണ്. 1 4 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കൂടണം. I 9ാമത്തെ ലെറ്റർ, ഇത് I ആണേ. I 9ാമത്തെ ലെറ്റർ, K കറസ്പോണ്ടിങ് ലെറ്റർ 11. 9 11 ആവണമെങ്കിൽ 2 കൂടിയാ പോരെ, 2 കൂടണം. N 14ാമത്തെ ലെറ്റർ, O 15ാമത്തെ ലെറ്റർ, 14 15 ആവണമെങ്കിൽ 1 കൂടണം. യഥാർത്ഥത്തിൽ 4 കൂടി 3 കൂടി 2 കൂടി 1 കൂടി, അല്ലെ അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ 1 കൂടി 2 കൂടി 3 കൂടി 4 കൂടി എന്ന് പറഞ്ഞു വന്നാലും മതി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ 4 കൂടണം, ഇവിടെ 3 കൂടണം, ഇവിടെ 2 കൂടണം, ഇവിടെ 1 കൂടണം. ഇതിന്റെ നമ്പര് എല്ലിന്റെ നമ്പർ 12. 12 + 4 16. 16ാമത്തെ ലെറ്റർ P. O 15ാമത്തെ ലെറ്റർ ആണ്. A1 B2 C3 അങ്ങനെ പോകുമ്പോൾ O 15ാമത്തെ ലെറ്റർ, 15 3 18. 18ാമത്തെ ലെറ്റർ 6. PR എഴുതുന്ന ഇഷ്ടം പോലെ സാധനം. S 19ാമത്തെ ലെറ്റർ ആണ്. 19 2 21. 21ാമത്തെ ലെറ്റർ U. S 19ാമത്തെ ലെറ്റർ ആണ്. 19 1 20. 20ാമത്തെ ലെറ്റർ T. ഓക്കെ, PRUT, ഓപ്ഷൻ എ തന്നെ. ഇത്രയേ ഉള്ളൂ. ചോദ്യം നമ്പർ 8. എ മാൻ സെയ്ഡ് ടു എ വുമൺ. ഒരു സ്ത്രീയോട് ഒരു മനുഷ്യൻ പറയുന്നു, ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ. ഓക്കെ, ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു. അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ വരെ ഒന്ന് വരയ്ക്കാം, അതിനുശേഷം ബാക്കി. ദ ഓൺലി സൺ ഓഫ് യുവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വുമൺ. ഓക്കെ, അപ്പൊ ഒരു വുമൺ ദാ നിൽക്കട്ടെ, വുമൺ. ഈ വുമണിന്റെ ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ, വുമൺ ആണ് യുവർ ബ്രദർ. ഇപ്പൊ ഒരു അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ വരട്ടെ.
ദാ ഒരു ബ്രദർ വന്നു. ആ ബ്രദറിന്റെ സൺ, ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദറിന്റെ സൺ. അപ്പൊ അദ്ദേഹത്തിന് ഒരു സൺ വരട്ടെ. ദ സൺ വന്നു. ഈ സൺ എന്ന് പറയുന്നത് സൺ ഓഫ് യുവർ ബ്രദർ, ഈ സൺ എന്ന് പറയുന്നത് ഈസ് ആകുന്നു. എന്താകുന്നു? ബ്രദർ ഓഫ് മൈ വൈഫ്. ബ്രദർ, ഇയാള് ബ്രദർ ആണ്. ആരുടെ? മൈ വൈഫിന്റെ. ഇപ്പൊ എന്റെ വൈഫ് വരട്ടെ. ഇതാ നിൽക്കുന്ന വൈഫ്. ആരുടെ വൈഫ്? എന്റെ വൈഫ്. എന്റെ എന്ന് പറഞ്ഞാൽ ആരാ? ദാറ്റ് മാൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതിന് എന്തോ പറയുന്നേ? ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ, നിങ്ങളുടെ സഹോദരന്റെ ഒരേ ഒരു മകൻ എന്ന് പറയുന്നത് എന്റെ വൈഫിന്റെ സഹോദരനാണ്. എന്റെ വൈഫിന്റെ സഹോദരനാണ് നിങ്ങളുടെ സഹോദരന്റെ ഒരേ ഒരു മകൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? ഹൗ ഈസ് ദാറ്റ് വുമൺ റിലേറ്റഡ് ടു ദ വൈഫ് ഓഫ് ദാറ്റ് മാൻ? ഹൗ ഈസ് ദാറ്റ് ദ വുമൺ റിലേറ്റഡ് ടു? വുമൺ റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാൽ വുമൺ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. വുമൺ റിലേറ്റഡ് ടു ദ വൈഫ് ഓഫ് ദാറ്റ് മാൻ. ആ മാനിന്റെ വൈഫും വുമണും തമ്മിലുള്ള റിലേഷനാ ചോദ്യം. വുമൺ ആരാണെന്നാണ് അവിടെ പറയേണ്ടത്. ഓക്കെ, ഈ വുമൺ ആരാണെന്ന് പറയണം. ആരുടെ? ഈ വൈഫിന്റെ, എന്റെ വൈഫിന്റെ സഹോദരന്റെ അച്ഛനായത്. അപ്പം സഹോദരന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ വൈഫിന്റെ അച്ഛനാ. വൈഫിന്റെ അച്ഛന്റെ സഹോദരിയായത്. എന്നുവെച്ചാൽ എന്റെ വൈഫ്, അച്ഛൻ, സഹോദരി. വൈഫിന്റെ അച്ഛന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അപ്പ എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയും. അപ്പൊ ഇവിടെ ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്തായാലും. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എൻ ഡിനോട്ട് പ്ലസ്, അങ്ങനെ സംഭവങ്ങൾ, ക്യൂ ഡിനോട്ട് മൈനസ് അങ്ങനെ കിടക്കുക. ഈ സംഭവമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം. 1000 പി എന്നാണ് കിടക്കുന്നത്. പി ഡിനോട്ട് ഡിവിഷൻ ആന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഡിവിഷൻ ആക്കണം. 5 എൻ എന്തുവാന്ന് അന്വേഷിക്കണം. എൻ ഡിനോട്ട് പ്ലസ്, അപ്പൊ അവിടെ പ്ലസ് ഇടണം. പിന്നെ വീണ്ടും ഒരു 5 കിടപ്പുണ്ട്. പിന്നെ കാണുന്നത് ക്യൂ ആണ്. ക്യൂ ഡിനോട്ട് മൈനസ്, അപ്പൊ ആ മൈനസ് ഇടണം. പിന്നെ ഒരു 80. എം എന്തുവാന്ന് നോക്കണം. എം ഡിനോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇടണം. 2 പി ഡിനോട്ട് ഡിവിഷൻ, ഇപ്പൊ ഡിവിഷൻ ഇടണം. ഇവിടെ ഒരു 2. എം ഡിനോട്ട് മൾട്ടിപ്ലിക്കേഷൻ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഇടണം. 4. ഈ വാല്യൂ കണ്ടെത്തണം. ഡിവിഷൻ ആദ്യം ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്. ഇതുമായിട്ട് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഇല്ലായിരുന്നേ നമുക്ക് അതോടെ ചേർത്ത് ചെയ്യാമായിരുന്നു. തൽക്കാലം മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ കിടക്കട്ടെ. ഡിവിഷൻ ആദ്യം ചെയ്യണം. എപ്പോഴും ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പൊ 100 ഡിവൈഡ് ബൈ 5, 100നെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 200 അല്ലേ? 200 പ്ലസ് ഈ 5 അങ്ങനെ തന്നെ എഴുതി, മൈനസ് 80 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു സൈൻ അതേപടി ഇട്ട് 2 ഡിവൈഡ് ബൈ 2 എത്ര? 2നെ 2 ഡിവൈഡ് ചെയ്താൽ 1 അല്ലേ? അപ്പൊ 1, പിന്നെ ഇൻറ്റു 4. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇത് ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 200 പ്ലസ് 5 205 എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചേക്കാം. മൈനസ് ഇത് അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാതെ നിൽക്കുമല്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യുന്നത് ഈ പ്രശ്നമൊന്നുമില്ല കേട്ടോ. 200 പ്ലസ് 5, പക്ഷെ ഇതിന്റെ സൈൻ ഇതിനോടൊപ്പം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. ഇത് നമ്മളിപ്പം മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വെച്ചാൽ 200 പ്ലസ് 5ന് വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. അപ്പൊ അത് 205 നമുക്ക് എഴുതാം. 80 × 4 8 4 32 320. 205 320 ഒപ്പം ഉത്തരം. ചെറുതീന്ന് വലുത് കുറച്ച ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഉള്ള 2 ഓപ്ഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ ഇനി നിങ്ങൾ 320 വലുതീന്ന് ചെറുത് കുറയ്ക്കാൻ പറ്റൂ. 205 കുറച്ചേക്കാം. 10 5 5, 1 0 1 1, 115 എന്ന് ഇട്ട്. അപ്പൊ -115, ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 3:10? ഒരു ക്ലോക്കിൽ 3:10 അപ്പൊ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിൽ കോണളവ് എത്രയാണെന്ന ചോദ്യം. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2m. അപ്പൊ 30 × h എന്ന് പറഞ്ഞാൽ 3:10 മണിക്കൂർ 3, -11/2m എന്ന് പറഞ്ഞാൽ 10. 2ഉം 10 കട്ട് ചെയ്ത് പോയ 5. 30 × 3 90, 11 × 5 55. അപ്പൊ 90 ൽ നിന്ന് 55 പോയാൽ 10 ൽ നിന്ന് 5 5, 8 ൽ നിന്ന് 5 3, 35 ഡിഗ്രി നീട്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അപ്പൊ ഈ ചോദ്യപേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ, നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് 6ാമത്തെ ചോദ്യം ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഒന്ന് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല.
ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് 11, 18, 73 എക്സെട്ര. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട്, അല്ല മറ്റു വല്ല ഉത്തരവും കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ അതിനുള്ള സ്റ്റെപ്പും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.